ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഗ്രാൻഡ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടിലാണ് കേട്ടോ. മൂന്നാറിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെ ഓണമൊക്കെ ആയിട്ട് ഓണപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓണം സെലിബ്രേഷനും റിസോർട്ടും ഒക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ഓഫീസ്. ഇവിടെ നിന്ന് തന്നെ നല്ല വ്യൂ ഇല്ലേ ഗൈസ്. അപ്പോൾ നമുക്കിനി റൂം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഒരു മിറർ ഉണ്ട്, പിന്നെ ഒരു ഷെൽഫ്, പിന്നെ ഒരു ബെഡ്, ചെയർ, ടീപ്പോയ്, TV, അങ്ങനെ പിന്നെ ഒരു ബാൽക്കണി. ഇതാണ് കേട്ടോ നമ്മളൊരു റൂം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ റൂമിൽ അല്ലെങ്കിൽ ഈ റിസോർട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ബാൽക്കണി വ്യൂ ആണ്. കാരണം ഈ ചെയറിലിരുന്ന് ബാൽക്കണി എന്നുള്ള വ്യൂ കിടിലനാണ്. അപ്പോൾ നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഓണത്തിനടുക്ക്. അപ്പോൾ ഇവിടെ പരിപാടികളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല സ്വിമ്മിംഗ് പൂളും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. പിന്നെ ഇവിടെ കുറേ ഗെയിംസും ഒക്കെ ഉണ്ട് കേട്ടോ. ക്യാരം ബോർഡ്, ഷട്ടില്, പിന്നെ വേറെ കുറേ ഉണ്ട്. എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഇതാണ് ഇവിടുത്തെ എല്ലാ സ്റ്റാഫ്സും കൂടി നിന്നിട്ട് ഞാൻ വ്ലോഗ് എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി നിന്ന് ഓണാശംസകൾ പറയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സദ്യയിൽ കുറേ വിഭവങ്ങളുണ്ടായിരുന്നു. നല്ല നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ അവിടുത്തത്. പിന്നെ ഇതൊക്കെ ഞങ്ങളെ കൂടെ പോകുന്ന ഫ്രണ്ട്സാണ്, എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ താഴത്തേക്ക് പോന്നു. കുറച്ച് താഴത്തേക്ക് പോന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്വിമ്മിംഗ് പൂൾ, അതുപോലെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തൊരു ചെയർ, പിന്നെ അങ്ങനെ ഒരു ബാൽക്കണി പോലെ തന്നെ ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ളൊരിത്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂവും കിടിലൻ വ്യൂ ആണ്. ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ എന്താ പറയുക, ഒരു നല്ലൊരു ആംബിയൻസ് കിട്ടും എവിടെ നിന്നാലും. ബാൽക്കണിയിലാണെങ്കിലും റൂമിലാണെങ്കിലും പാർക്കിലാണെങ്കിലും സ്വിമ്മിംഗ് പൂളിലാണെങ്കിലും നല്ലൊരു ആംബിയൻസ് വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം ഇവിടെ ഒരു ചെറിയ പോണ്ട് ഉണ്ട്. അത് നിറയെ മീനുകളാണ്. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഡെക്കോർ ചെയ്തിട്ടുണ്ട് അവർ. അതിനുശേഷം നമ്മൾ പാർക്കിൽ പോവാണ്. പാർക്കിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ആംബിയൻസ് ഉണ്ട്, നല്ല വ്യൂ ആണ്. തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ, അതൊരു കിടിലൻ വ്യൂ തന്നെയുണ്ട് ഗൈസ്. പിന്നെ അവിടെ ഐ ലവ് മൂന്നാർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പാർക്കിലൊക്കെ കളിക്കുകയാണ്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു പാർക്കിൽ ഊഞ്ഞാലാടുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ഊഞ്ഞാലാടുമ്പോൾ നല്ല രസമാണ്. പിന്നെ നമ്മൾ ഊഞ്ഞാലാടുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. നല്ല ഷെയ്ക്കായിട്ടുണ്ട് ഈ വീഡിയോ. ഇവിടെ എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും നല്ല സൂപ്പറാണ്. കാരണം ഇവിടുത്തെ ആളുകളുടെ പെരുമാറ്റമൊക്കെ നല്ല പെരുമാറ്റമാണ്. അതുമാത്രമല്ല ഇവിടുത്തെ ഫുഡും നല്ല സൂപ്പർ ഫുഡാണ്. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള കുറേ പ്ലേസസ് ഒക്കെ ഉണ്ട്. ഇവിടെ എല്ലാം അടിപൊളിയാണ്. ഭയങ്കര സെറ്റപ്പ് മോഡലിങ്ങിലാണ് വരുന്നതെങ്കിലും ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള റിസോർട്ടൊന്നുമല്ല കേട്ടോ ഗൈസ് ഇത്. പിന്നെ അവൻ സ്ലൈഡിൽ നിന്ന് വീണ് കിടക്കുകയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിസോർട്ടിൽ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ താഴെ കാണിക്കണ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും കേട്ടോ.